ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ സയൻസ് ക്ലാസ്സിൻ്റെ ഭാഗങ്ങളിലേക്ക് പോകാം. ഞായറാഴ്ച എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് ക്ലാസ്സിൽ വരാൻ പറ്റാതിരുന്നത്. നമുക്ക് ഇന്നത്തെ സയൻസിൻ്റെ ക്ലാസ്സിലേക്ക് പോകാം. എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ എന്ന ഭാഗത്ത് നിന്ന് കുറേ പോയിന്റ്സ് പഠിക്കാൻ നമ്മളോട് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ നോട്ട്, ക്ലാസ് നോട്ട് നിങ്ങൾ ബോർഡിൽ നോക്കി എഴുതണം. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ സ്റ്റക്ക് ചെയ്ത് ബോർഡിൽ നോക്കിയിട്ട് വേണം എഴുതാൻ. വളരെ വൃത്തിയായി നോട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം നമുക്ക് എന്താണ് പൊല്യൂഷൻ, എന്താണ് പൊല്യൂട്ടൻസ്, ഈ കാര്യം എന്താണെന്ന് നോക്കാം. പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രസൻസ് ഓഫ് അൺയൂഷ്വലി ഹൈ റേഷൻസ് ഓഫ് ഹാർംഫുൾ ആൻഡ് പോയിസണസ് പാർട്ടിക്കിൾസ് ഇൻ ദ എൻവയൺമെന്റ് ഈസ് കോൾഡ് ആസ് പൊല്യൂഷൻ. ഇപ്പോൾ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ, നമ്മുടെ എൻവയൺമെന്റിൽ അൺയൂഷ്വലായിട്ട് ഹൈ എമൗണ്ട് ഓഫ് പോയിസണസ് പാർട്ടിക്കിൾസ് ഉണ്ടാവുക. ഹൈ പെർസെൻറ്റേജിൽ അതുണ്ടായാൽ നമുക്കത് ഹാംഫുൾ ആണ്. ഇതാണ് പറയുക പൊല്യൂഷൻ എന്ന് പറയുക. അൺയൂഷ്വലി ഹൈ റേഷൻസ്, ഹൈ എമൗണ്ട്സ് ഓഫ് ഹാംഫുൾ ആൻഡ് പോയിസണസ് പാർട്ടിക്കിൾസ് ഇൻ ദി എൻവയൺമെന്റ് ഈസ് കോൾഡ് ആസ് പൊല്യൂഷൻ. ഇപ്പോൾ പൊല്യൂഷൻ എന്താ? ഹാംഫുൾ ആയിട്ടുള്ള ഹൈ എമൗണ്ടിൽ ഹാംഫുൾ പോയിസണസ് അൺവാണ്ടഡ് പാർട്ടിക്കിൾസ് അത് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുക. എക്സാമ്പിൾ പറഞ്ഞാൽ കണ്ടമാനം ഏഷസ് ഉണ്ടാവുക, കണ്ടമാനം സ്മോക്ക് ഉണ്ടാവുക, കണ്ടമാനം സ്മോൾ പാർട്ടിക്കിൾസ് ഉണ്ടാവുക, സ്മോൾ ഫ്ലൈസ് ഉണ്ടാവുക, കാർബൺ മോണോക്സൈഡ് അളവ് കൂടുക. ഇതൊക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന പൊല്യൂഷൻസ് എക്സാമ്പിളാണ്. ഇങ്ങനെ പൊല്യൂഷന് കാരണമാകുന്ന സാധനങ്ങൾ, ദി അൺവാണ്ടഡ് ഹാർംഫുൾ ആൻഡ് പോയിസണസ് സബ്സ്റ്റൻസസ് that contaminates the environment is called as pollutants. എന്താണ് പൊല്യൂട്ടൻസ്? ഈ പൊല്യൂഷന് കാരണമാകുന്ന പാർട്ടിക്കിൾസ് ഞാൻ പറഞ്ഞു. ആഷസ് ആകാം, സ്മോക്ക് ആകാം, ഫൈസ് ആവാം. ഇതൊക്കെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന സാധനം. ഇതൊക്കെ എൻവയൺമെന്റിൽ കണ്ടമാനം ഉണ്ടായാൽ, ഇപ്പോൾ ഡൽഹിയിലൊക്കെ അനുഭവിക്കുന്നത് കഴിയില്ലേ, കണ്ടമാനം ആഷസും സ്മോക്കുമാണ് അവിടെയുള്ള എൻവയൺമെന്റ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ പൊല്യൂഷന് കാരണമാകുന്ന ആ പാർട്ടിക്കിൾസിനാണ് പറയുക പൊല്യൂട്ടൻസ്. ആ സിറ്റുവേഷനാണ് പറയുക പൊല്യൂഷൻ. ഇപ്പം എന്താ പൊല്യൂഷൻ, എന്താണ് പൊല്യൂട്ടൻസ് മനസ്സിലായിട്ടില്ലേ? ഇപ്പോൾ നോട്ട് വൃത്തിയായിട്ട് എഴുതാൻ ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മുടെ എയർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ എയറിനകത്ത്, നമ്മുടെ അറ്റ്മോസ്ഫിയറിനകത്ത്, അറ്റ്മോസ്ഫിയറിക് എയർ ദാറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസസ്. The main two gases are oxygen and nitrogen. ഓക്സിജനും നൈട്രജനുമാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കൂടുതലായിട്ടുള്ളത്. Atmosphere, we can say that atmosphere is a mixture of gases. The main gases are oxygen and nitrogen. In spite of these main two gases, our atmosphere always contains some harmful gases. Sulfur dioxide, carbon monoxide, nitrogen oxide, smoke and dust. These are also other contents. A very small part of our atmospheric contents are sulfur dioxide, carbon monoxide, nitrogen oxide, smoke and dust. These particles are semi-harmful substances. High percentage of these gases is also say that pollution. We can also say that is air pollution. ഈ സാധനങ്ങളൊക്കെ എയർ പൊല്യൂട്ടൻസ് ആണ്. ഇത് എയർ പൊല്യൂഷന് കാരണമാണ് ഹൈ എമൗണ്ടിൽ വന്നാൽ. ചെറിയ എമൗണ്ടിൽ എന്താണെന്ന് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവും. നമ്മൾ ബാധിക്കാണ്ട് തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിനകത്ത് അത് ഹൈ എമൗണ്ട് ഓഫ് ഓക്സിജന്റെയും നൈട്രജന്റെയും കൂടെ സെമി എമൗണ്ടുകളായി ഇവയുണ്ടാവും. അത് നമുക്ക് ഹാംഫുൾ അല്ല എന്ന് പറഞ്ഞുകൂടാ, സെമി ഹാംഫുൾ ആണ്. റിയലായിട്ട് ഹാംഫുൾ ആവണമെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് അനുവദിക്കപ്പെട്ടതിൽ അധികമാകണം. അപ്പം വാട്ട് ഈസ് എയർ? ദാറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസസ്. മെയിൻ കണ്ടൻസ് ഓഫ് അവർ അറ്റ്മോസ്ഫിയറിക് എയർ ഈസ് മെയിൻ കണ്ടന്റ് ഓക്സിജൻ ആൻഡ് നൈട്രജൻ. സെമി കണ്ടൻസ് സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, സ്മോക്ക് ആൻഡ് ഡസ്റ്റ്. ുള്ളത് ഈ എയർ പൊല്യൂഷൻ്റെ സോഴ്സസ് എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു എയർ പൊല്യൂഷൻ നടക്കും, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. അത്
നേരിട്ടുള്ളതല്ല, അറ്റ്മോസ്ഫിയർ ഉണ്ടാകുമ്പോൾ തന്നെ പൊല്യൂഷൻ ഉള്ളതല്ല. അത് വളരെ സെമി പാർട്ടിക്കിൾ കണ്ടന്റ് ആണ്. എന്നാൽ പിന്നീട് ധാരാളം പൊല്യൂഷൻസ് ഉണ്ടാകുന്നതിന് കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് നോക്കാം. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കാം നമുക്ക്. സ്മോക്ക് എമിറ്റഡ് ഫ്രം ഹോംസ്. നമ്മുടെ വീട്ടിൽ നിന്ന് സ്മോക്ക് പുറത്തേക്ക് പോകുന്നുണ്ട്. അത് വിറക് കത്തിക്കുന്നതുകൊണ്ടാവാം. നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തൊക്കെ ആളുകൾ ചാണകം ഉണക്കി കത്തിക്കാറുണ്ട്, ഡ്രൈ. അതേപോലെ ഇലകൾ കത്തിക്കാറുണ്ട്, മണ്ണെണ്ണ കൊണ്ട് കത്തിക്കാറുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള കത്തിക്കൽ ഫ്യൂവലായിട്ട് നമ്മൾ വീട്ടിൽ കത്തിക്കുന്നുണ്ട്. അപ്പോൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഫ്യൂവലിൽ നിന്നും ധാരാളം പാർട്ടിക്കിൾസ്, ഏഷസ്, സ്മോക്ക് അങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. മറ്റൊരു കാരണം എക്സോസ്റ്റ് ഗ്യാസസ് ഫ്രം മോട്ടോർ വെഹിക്കിൾസ് ഓടിക്കുമ്പോൾ വളരെ കൂടുതൽ എക്സോസ്റ്റ് ആയി വരുന്ന കാർബൺ മോണോക്സൈഡ് വളരെ ഹാംഫുള്ളാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിന്. അപ്പം വാഹനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന എക്സോസ്റ്റ് ഗ്യാസസ് എമിറ്റഡ് ഫ്രം വെഹിക്കിൾസ്, സ്മോക്ക് എമിറ്റഡ് ഫ്രം ഫാക്ടറീസ്, ഫാക്ടറിയിൽ നിന്ന് പുറത്തു വരുന്ന സ്മോക്ക്, ഓയിൽ റിഫൈനറീസ്, ഇൻഡസ്ട്രീസ്. ഓയിൽ റിഫൈനറീസിൽ നിന്നും ഇൻഡസ്ട്രിയിൽ നിന്നും, ഇൻഡസ്ട്രി ധാരാളം എൻഗേജ് പ്രൊഡക്ഷൻസ് ഓഫ് മെറ്റൽസ്, മെറ്റൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വലിയ റിഫൈനറീസ് ഉണ്ട്, ഇൻഡസ്ട്രീസ് ഉണ്ട്. അതേപോലെ മാനുഫാക്ചറിങ് യൂണിറ്റുകളുണ്ട്. ധാരാളം കെമിക്കൽ ഫെർട്ടിലൈസേഷൻ ഉണ്ടാക്കുന്ന യൂണിറ്റുകളുണ്ട്. ഇതിൽ നിന്നൊക്കെ ധാരാളം പൊല്യൂട്ടൻസ് പുറത്തു വരുന്നുണ്ട്. സ്റ്റോൺ ക്രഷേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കല്ല് പൊട്ടിക്കുന്ന മെഷീനൊക്കെയുള്ള വലിയ സ്ഥാപനങ്ങൾ. അതിൽ നിന്ന് ധാരാളം ഡസ്റ്റ് പാർട്ടിക്കിൾസ് പുറത്തേക്ക് വരുന്നുണ്ട്. സിമന്റ് ഫാക്ടറീസിൽ നിന്നും പാർട്ടിക്കിൾസ് പുറത്തേക്ക് വരുന്നുണ്ട്. ആസ്ബെസ്റ്റോസ് ഫാക്ടറി, ലെഡ് പ്രോസസ്സിംഗ് യൂണിറ്റ്, ഇവിടെ നിന്നൊക്കെ ധാരാളം ഡസ്റ്റ് പാർട്ടിക്കിൾസും അതേപോലെ എൻവയൺമെന്റൽ പൊല്യൂഷന് കാരണമാകുന്ന ഗ്യാസസും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട 7 കാരണങ്ങളാണ് നമ്മളോട് പഠിക്കാൻ പറ്റുന്നത്. അതിൽ 5 എണ്ണം. ഒന്ന്, സ്മോക്ക് എമിറ്റഡ് ഫ്രം ഹോംസ്, exhaust gases emitted by motor vehicles, smoke emitted from factories, oil refineries, industries engaged in production of metals, manufacturing units of chemical fertilizers, stone crushers, cement factories, asbestos factories, lead processing units. ഇവിടെ നിന്നൊക്കെ ധാരാളം പൊല്യൂട്ടൻസ് നമ്മുടെ എയറിനെ പൊല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അതിൽ 6-7 കാര്യങ്ങളാണ് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. 6-ാമത്തെയും 7-ാമത്തെയും കാര്യം നോക്കുക. യൂസ് ഓഫ് ക്ലോറോ ഫ്ലൂറോ കാർബൺ ഇൻ റെഫ്രിജറേഷൻ, എയർ കണ്ടീഷനും റെഫ്രിജറേഷനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ നമുക്കറിയാം ഓസോൺ പാളിക്കൊക്കെ വിള്ളൽ ഉണ്ടാക്കുന്ന സാധനമാണ്. വളരെ വളരെ പോയിസണസ് ആണത്. അതേപോലെ ഫോറസ്റ്റ് ഫയേഴ്സ്, വോൾക്കനോയിക് ഇറപ്ഷൻ, വളരെ വലിയ കാടിൻ്റെ തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വോൾക്കനോയിക് ഇറപ്ഷൻസ് ഉണ്ടാകുന്നുണ്ട്, അഗ്നിപർവ്വതങ്ങൾ പൊട്ടുന്നുണ്ട്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പഞ്ചാബ് പോലെയുള്ള സ്ഥലങ്ങളിൽ കൃഷി കഴിഞ്ഞാൽ ധാരാളം വൈക്കോലിൻ്റെ അവശിഷ്ടങ്ങളും കാർഷിക അവശിഷ്ടങ്ങളും ഉണ്ട്. ഒന്നും നോക്കാണ്ട് അവർ തീയിട്ട് കത്തിക്കുകയാണ് ചെയ്യുക. പ്രധാനപ്പെട്ട ഡൽഹിയുടെ പ്രശ്നവും അതാണ്. ഇങ്ങനെയുള്ള ഫോറസ്റ്റ് തീപിടിക്കുന്നതോ വോൾക്കനോയിക് എക്സ്പ്രഷനോ വരുന്നതിനേക്കാൾ വളരെ അപകടമായിട്ട് കൃഷി കൂടുതലുള്ള സ്ഥലങ്ങളിൽ അവിടെ കൃഷിയുടെ ബാക്കി സാധനങ്ങൾ കത്തിക്കാറുണ്ട്. ഇതൊക്കെ നമ്മുടെ എയർ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണിത്. 7 എണ്ണം നിർബന്ധമായും നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം. അത് എയർ പൊല്യൂഷൻ്റെ കാരണങ്ങൾ. അപ്പോൾ എന്താണ് പൊല്യൂഷൻ, എന്താണ് എയർ പൊല്യൂഷൻ, എന്താണ് പൊല്യൂട്ടൻസ്, ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് എയറിൽ പൊല്യൂഷൻ ഉണ്ടാകുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലുള്ളത്. വളരെ നന്നായി പഠിക്കണം. നാളത്തെ ക്ലാസ് കൂടി ആകുമ്പോൾ എയർ പൊല്യൂഷൻ എന്ന ഭാഗത്തിൽ നമ്മൾ പഠിക്കാനുള്ള എല്ലാ പോയിന്റ്സും ആകും. സൺഡേയിൽ വരുന്ന ചോദ്യങ്ങളിൽ പകുതിയും ഈ ഭാഗത്തു നിന്നായിരിക്കും. എപ്പോഴും നവോദയ പരീക്ഷയ്ക്ക് 3-4 ചോദ്യങ്ങൾ ഇവിടുന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് തീരുകയാണ്. നോട്ട് എഴുതാൻ വളരെ നന്നായി ശ്രദ്ധിക്കണം. ഓക്കെ, താങ്ക് യു.